ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിന്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേദ വീടൊക്കെ ചുറ്റി കാണുകയാണ്. അപ്പം അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്നിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കണ്ടാൽ ഒരു എന്താ പറയുക, വേട്ടക്കാരൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട്. അപ്പം ആ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വേദ. എന്താ എന്താ മോളിങ്ങനെ നോക്കുന്നത്? ഇതാരാണെന്ന് മനസ്സിലായോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ വേഗം തന്നെ പറയാണ്, ഇത് അച്ചച്ചനാണോ എന്നിങ്ങനെ ചോദിച്ചു. ആഹാ മിടുക്കി, അപ്പൊ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ നീ എന്ന് പറഞ്ഞു. വിക്രത്തിന്റെ അതേ ഒരു ചായയൊക്കെ ഉണ്ട്. അതെ, അതുകൊണ്ട് തന്നെ എനിക്ക് അവനോട് ഇത്തിരി വാത്സല്യം കൂടുതലുണ്ടെന്ന് കൂട്ടിക്കോ. അതാണ് അതിന്റെ ഒരു സത്യം എന്ന് പറഞ്ഞു. ഫോട്ടോ കാണുമ്പോ ഒരു വേട്ടക്കാരനെ പോലെ ഉണ്ടല്ലോ അച്ഛമ്മേ. ആ അതെ, പണ്ടുണ്ടല്ലോ കൂട്ടുകാരോടൊപ്പം ഹൈറേഞ്ചിലെ തോട്ടത്തിലൊക്കെ ഒന്ന് പോവായിരുന്നേ. അന്നെടുത്ത ഫോട്ടോയാ ഇത്. കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോ ചുമരു നിറയെ മാനിന്റെയും പുലിയുടെയും ഒക്കെ സ്റ്റഫ് ചെയ്ത പല സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നോക്കുമ്പോ നമ്മള് കാഴ്ച ബംഗ്ലാവിലേക്ക് വന്നൊരു ഫീലിങ്സ് ആയിരുന്നു. പുലിയൊക്കെ നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന പോലെ ആയിരുന്നു. അത് മൊത്തം ഒരു നെഗറ്റീവ് വൈബ്. ഞാനെല്ലാം എടുത്ത് കളഞ്ഞുന്നേ. എന്റെ നിർബന്ധം കാരണം പിന്നെ തോട്ടത്തിലേക്ക് പോകുന്നതും ആളങ്ങ് നിർത്തിനേ. പക്ഷേ ദേ ആ ഒരു ഫോട്ടോ മാത്രം അതൊരു ഓർമ്മയ്ക്ക് എന്നതുപോലെ അതവിടെ വെച്ചു എന്നുള്ളതാ സത്യം. അതൊരു കാലമായിരുന്നു എന്ന് പറഞ്ഞു. ഒരു സൈക്കിളിന്റെ മുന്നിലെ തണ്ടിൽ എന്നെയും ഇരുത്തി വൈകിട്ട് ആളൊന്ന് നാട് ചുറ്റാനങ്ങോട്ടേക്ക് ഇറങ്ങൂന്നേ. ആ കാലമല്ലേ. കാണുന്നവരെല്ലാവരും ദേ മൂക്കത്ത് വിരല് വെക്കും. സായിപ്പും മാതാമയും കൊണ്ട് ദേ കറങ്ങാൻ ഇറങ്ങി എന്നാ പറയാ. അപ്പൊ ഭയങ്കര റൊമാൻസ് ആയിരിക്കുമല്ലോ രണ്ടാളും. ഭയങ്കര റൊമാൻസ് എന്ന് പറഞ്ഞാ പേടിപ്പിക്കുന്നതല്ലേ. ഞങ്ങളുടേത് നല്ല ഗംഭീര റൊമാൻസ് എന്നാ പറയേണ്ടത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അച്ഛമ്മേ? നീ ചോദിക്കെന്റെ മോളെ. അതെ, ആ കാലത്ത് ഇത്രയും ഫ്രീ ആയിട്ട് ജീവിച്ച നിങ്ങളുടെ മകൻ സുധാകരൻ മാഷ് എന്താ ഇത്രയും സ്ട്രിക്റ്റ് ആയി പോയത് എന്ന് ചോദിച്ചോ. ശരിക്കും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അവൻ ശരിക്കും അങ്ങനെയൊന്നും ആയിരുന്നില്ല മോളെ. അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോ അവന്റെ അച്ഛനാ നീ പറഞ്ഞ വീറും വാശിയും ജാതി സ്പിരിറ്റും ഒക്കെ കാണിച്ചത്. സ്വന്തം മക്കളുടെ വിവാഹക്കാര്യം വരുമ്പോ ഇല്ലെന്ന് കരുതിയ പല ജാതിയും മതവും പാരമ്പര്യവും ഒക്കെ പലരിലും സടകുടഞ്ഞങ്ങനെ നീക്കുന്നേ. എന്റെ ഭർത്താവും അങ്ങനെ തന്നെയായിരുന്നു. അതെ, സുധാകരന് ഇത്തിരി മോഷണനായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവന്റെ മക്കള് തന്നെയാ. അവൻ പഠിപ്പിച്ച നാട്ടുകാരുടെ മക്കളൊക്കെ വലിയ നിലയിലായപ്പോ അവന്റെ മക്കള് മാത്രം ഇങ്ങനെയായി പോയില്ലേ. ഏതച്ഛനാ അങ്ങനെ സങ്കടം വരാതിരിക്കാം. അവനെ എന്റെ പഴയ സുധാകരനാക്കി മാറ്റാൻ വിക്രത്തിന് പറ്റും, അതെനിക്കറിയാം. അവൻ അത് ചെയ്യണമെങ്കിൽ നീ ഇനി അത് വിചാരിക്കണം. മരിക്കുന്നതിന് മുൻപ് എനിക്ക് എന്റെ കുടുംബം പഴയതുപോലെ ഒന്ന് ആയി കാണണം വേദേ എന്ന് പറഞ്ഞു. വാസന്തി നല്ല സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കഴിക്കാം, എന്നിട്ട് സമയം കുറെ ആയി. അപ്പൊ ഇവരങ്ങോട്ടേക്ക് പോകുമ്പോ നമ്മുടെ നന്ദിനി ഇല തൂത്തോണ്ടിരിക്കുകയാണ്. അല്ല ശ്രീജേടത്തി, നമ്മുടെ കൂടെ ഇവിടെ വന്ന അവക്കും സഹായിച്ചൂടെ? അച്ഛമ്മയുടെ പ്രകടനമൊക്കെ കണ്ടാല് കല്യാണം കഴിഞ്ഞ അവൾ ഇന്നാ ഇങ്ങോട്ട് കേറി വന്നേന്ന് തോന്നും. എന്റെ പൊന്നു നന്ദിനി, സത്യം പറഞ്ഞാല് ഇന്നാ അച്ഛമ്മയുടെ കണക്കില് അവരുടെ വിവാഹം നടന്നിരിക്കുന്നത്. അതുകൊണ്ടാ ചടങ്ങുകളൊന്നും മുടങ്ങാതെ അച്ഛമ്മ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീയെ കൂടുതൽ കുറ്റമൊന്നും പറയാതെ മര്യാദയ്ക്ക് ഇല അങ്ങ് തുടയ്ക്കാൻ നോക്ക്. എനിക്കിതിൽ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ശ്രീജി അങ്ങോട്ടേക്ക് പോവാണ്. അതിന് പറഞ്ഞതൊന്നും ഏറ്റില്ല. എന്നിട്ട് പിന്നെ വാസന്തി എന്താ പറയാ ഫുഡൊക്കെ എടുത്തു വെച്ചു. അപ്പോഴേക്ക് വേദയും കൂട്ടിക്കൊണ്ട് അച്ഛമ്മ വന്നു. എന്തിയെ ബാക്കിയുള്ളവരൊന്നും എത്തിയില്ലേ? എത്തി അച്ഛമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് വിഷു അങ്ങോട്ടേക്ക് വന്നു. എലി പത്തായത്തിൽ കയറുന്നത് പോലല്ലേ നിന്റെ കാര്യം. ഫുഡിന്റെ മണം അടിച്ചാ പിന്നെ അവിടെ നീ ഇല്ലാതിരിക്കും എന്റെ വിഷുവാ എന്നൊരു പുച്ഛഭാവത്തില് വിഷുത്തിനെ ഒന്ന് കളിയാക്കുകയും കൂട്ടത്തിൽ ചെയ്തു. അപ്പം ശ്രീജയ്ക്ക് വിഷമായി കേട്ടോ. ശരിക്കും ശ്രീജ ആ വീട്ടില് കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്, ഒന്നും ചെയ്യാത്ത ഒരു വിഷു. അപ്പൊ ഇവര് അങ്ങോട്ടേക്ക് വന്നു. പിന്നെ പുറകെ തന്നെ സുധാകരൻ മാഷും കമലയും വന്നു. അല്ല എവിടെ വിക്രം എവിടെ? അവൻ ഇപ്പൊ വരും അമ്മേ എന്ന് പറഞ്ഞു. അപ്പൊ വിക്രം കൂടെ അങ്ങോട്ടേക്ക് വന്നു. ആളങ്ങോട്ടേക്ക് ഇരിക്കാൻ തുടങ്ങിയപ്പോ ഇവിടെ ഇരിക്കടാ, ഈ വേദയുടെ അടുത്ത് ഇരിക്കടാ എന്ന് പറഞ്ഞു. അവനെ പിടിച്ച് വേദയുടെ അടുത്തേക്ക് ഇരുത്തി. എന്നിട്ട് ഇച്ചിരി നീങ്ങിയിരുന്ന് നമ്മുടെ അച്ഛമ്മയും ആ സൈഡിൽ അങ്ങോട്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം
വാസന്തി എല്ലാം വിളമ്പ് എന്ന് പറഞ്ഞു. ഫുഡൊക്കെ അവരെല്ലാവരും വിളമ്പി ഇങ്ങനെ കൊടുക്കണം. അപ്പൊ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അതെ ഒരു കാര്യം കൂടി പറയട്ടെ എന്ന് പറഞ്ഞു. എല്ലാരും കഴിക്കല്ലേ, ഒരു മിനിറ്റ്. എന്താ? അപ്പൊ വേഗം തന്നെ പറയാണ്, അതെ നീ ഒരു കാര്യം ചെയ്യണം. ഒരു ഉരുള നീ വേദയ്ക്ക് വായി വെച്ച് കൊടുക്കണം. വേദ ഒരു ഉരുള നമ്മുടെ വിക്രത്തിനും കൊടുക്കണം. അതിനുശേഷം ഫുഡ് കഴിക്കാം. എന്തോ അച്ഛമ്മ ഇത് എന്ന് ചോദിച്ച് വിക്രം ചൂടാകുകയാണ്. ദേ മര്യാദയ്ക്ക് പറഞ്ഞതുപോലെ അങ്ങ് ചെയ്തോണം. നിങ്ങൾക്ക് രണ്ടുപേരില് ആർക്ക് അസുഖം വന്നാലും താങ്ങായി നിൽക്കേണ്ടത് നിങ്ങൾ മാത്രം. അവക്ക് എന്തെങ്കിലും വന്നാ നീ നോക്കണം, നിനക്കെന്തെങ്കിലും വന്നാ അവള് നോക്കും. അതുകൊണ്ട് ഒരു ഉരുള ചോറ് വാങ്ങി കൊടുത്തു എന്ന് വിചാരിച്ച് ഈ ലോകം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല വിക്രം. മര്യാദയ്ക്ക് വാരി കൊടുക്കടാ, കൊഞ്ചി കളിക്കാതെ എന്ന് പറഞ്ഞു അച്ഛമ്മ. അപ്പൊ അവസാനം വേറെ നിവർത്തിയൊന്നുമില്ല, വേദമോളെ നീ കൊടുക്ക ആദ്യം എന്ന് പറഞ്ഞു. അപ്പൊ വേദ കുറച്ച് ചോറെടുത്ത് വിക്രത്തിന് കൊടുത്തു. വിക്രം ഒരു ഉരുള ഉരുട്ടി വേദയുടെ വായിലേക്ക് നിന്നെ ശരിയാക്കി തരാടി എന്ന് പറഞ്ഞ് വായിലേക്ക് തള്ളി കയറ്റിയാണ് കേട്ടോ. എന്നിട്ട് കൊള്ളാം. അപ്പൊ വീണ്ടും ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോ ഒരു മിനിറ്റ് എടാ വിഷുവാ നിർത്ത. എന്താ അച്ഛമ്മേ? വിഷൻ 2 പ്രാവശ്യം ഫുഡ് കഴിക്കാൻ ചെന്നപ്പോഴും അച്ഛമ്മ നിർത്ത്, ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. അതെ ഫുഡ് കഴിച്ച ശേഷം നിനക്കും വിനായകനും ഒരു പണിയുണ്ട്. എന്താ അച്ഛമ്മേ? ദേ മേളിൽ തട്ടും പുറത്ത് ചെന്ന് ഇന്ന് വിക്രത്തിനും വേദയ്ക്കുള്ള മണിയറ ഒരുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. അത് നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണം. വേണമെങ്കിൽ കൂട്ടിന് നിങ്ങളുടെ ഭാര്യമാരെയും വിളിച്ചോ, അത് കുഴപ്പമൊന്നുമില്ല എന്നുകൂടെ പറഞ്ഞു. ശരി ഇനി ഞങ്ങൾക്ക് കഴിക്കാവോ അച്ഛമ്മേ എന്ന് ചോദിച്ചപ്പോ ഇനി എല്ലാവരും സന്തോഷമായിട്ടിരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിക്രത്തിന് എന്റെ ദൈവമേ പെട്ടുപോയി ആള്. ഒരു രക്ഷയില്ല, അങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റില്ല, ഇങ്ങോട്ടും ഇല്ല. എന്താണെങ്കിലും അച്ഛമ്മയുടെ വായിക്കകത്ത് ചെന്ന് പെട്ടിരിക്കുകയാണ് വിക്രം. വിഷുവിനും കൂടെ മണിയറ ഒരുക്കുന്ന തിരക്കിലാണ്. അല്ല വിഷുവേട്ടാ, നമ്മുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് വിനായകനൊരു സംശയം. നമ്മുടെയൊക്കെ ഒരു സാധാരണ കല്യാണം ആയിരുന്നില്ലേടാ, പിന്നെ ഇതങ്ങനെയാണോ? അത് ശരിയാ പറഞ്ഞത്, പക്ഷെ ഇത് പിന്നെ സ്പെഷ്യൽ ആണല്ലോ. എന്റെ വിശ്വേട്ടാ, ഇത്രയും കുഴപ്പം മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടും അച്ഛമ്മനോ അവന് കൊടുക്കുന്ന പരിഗണന കണ്ടില്ലേ? എനിക്ക് വിശ്വേട്ടന് അത് കിട്ടുന്നുണ്ടോ വിശ്വേട്ടാ? വീട്ടിലിളയവനല്ലേടാ, അതുകൊണ്ടായിരിക്കും. അതൊന്നും അല്ല വിശ്വേട്ടാ, എനിക്ക് തോന്നുന്നത് നന്ദിനി പറയുന്നതിലും കുറച്ച് കാര്യമുണ്ടെന്നാ. നന്ദിനി എന്തു പറഞ്ഞു? അതൊക്കെ ഉണ്ട്. വിക്രം തല്ലുണ്ടാക്കുന്നതും വഴക്കുണ്ടാക്കുന്നവനും ഒക്കെയാണെന്ന് നമ്മള് പറയുന്നില്ലേ? ശരിക്കും ആരാണെന്നറിയോ? ആരാ? രാഷ്ട്രീയക്കാരനാ വിശ്വേട്ടാ. ശ്രീനിവാസന്റെ കൂടെയല്ലേ അവന്റെ കൂട്ട്. എന്തുടായ്പ കാണിച്ചിട്ടാണെങ്കിലും ഭരണകക്ഷിയുടെ കൂടെ നിൽക്കുന്ന ആളാ ശ്രീനിവാസൻ. അപ്പൊ പിന്നെ ഇത്തിരി ഉടായ്പൊക്കെ ഇവനും പഠിക്കാതിരിക്കുവോ? നീ എന്താടാ ഈ പറഞ്ഞു വരുന്നത്? ചെറിയച്ഛൻ ബോംബെന്ന് വരുന്നൊന്നുമില്ല. അച്ഛൻ അഭിമാനിയായതുകൊണ്ട് സ്വന്തമായിട്ട് അധ്വാനിച്ചത് കൊണ്ട് മാത്രമേ അനുഭവിക്കൂ എന്ന വാശിയാണല്ലോ. അപ്പോ അച്ഛമ്മയുടെ കയ്യിലുള്ള ഈ സ്വത്തൊക്കെ ആർക്കാ? അത് അടുത്തു കൂടി അടിച്ചെടുക്കാൻ അവൻ തന്നെ ചെയ്തു കൂട്ടുന്ന നാടകമാണെന്നാ എനിക്ക് തോന്നുന്നത്. എടാ വിനായക, എടാ നീ ഇത്രയും വലിയൊരു കുഴുത്തുരുമ്പനാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. സത്യം, എന്തിനെ കുറിച്ച് സംസാരിച്ചു വന്നാലും അവസാനം നീ കാശിലും സ്വത്തിലും നീ വന്നെത്തുന്നുണ്ടല്ലോ. സത്യം തന്നെ നിന്റെ കാര്യം. ആദ്യം നീ അച്ഛമ്മ പറഞ്ഞേൽപ്പിച്ച പണി ചെയ്യാൻ നോക്ക്. പിന്നെ മുതൽ അടച്ചു മാറ്റുന്ന എങ്ങനെയാന്നൊക്കെ പിന്നീട് ആലോചിക്കാം. എങ്ങനെ ഒരുത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുഴുവൻ അവന് വേണമെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ് വിഷുവിന് എണീറ്റ് പോവാണ്. 3 നേരം മൂക്കുമുട്ട തിന്നണം. ജീവിതത്തിൽ ഒരു സ്വപ്നമില്ലാത്തൊരു ജന്തു എന്ന് വിനായകൻ വിഷത്തെക്കുറിച്ചും പറയാം. എന്നാലും മനസമാധാനമില്ല. ഇതാണ് വിനായകന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. എന്നിട്ട് എല്ലാം കുളമാകണേ എന്റെ ഈശ്വര എന്ന് പറഞ്ഞു ദേണ്ട മുണ്ടും ഷർട്ടും ഒക്കെ വെച്ചിട്ട് വിക്രം അതേ നോക്കി ഇവിടെ ഇരിപ്പാണ്. അപ്പൊ വിശ്വേണ്ണ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ആഹാ, നീ ഇതുവരെ ഡ്രസ്സ് മാറിയില്ലേ എന്ന് ചോദിച്ചു. എന്താലോചിച്ചോണ്ടിരിക്കുവാടാ നീ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ പൊന്നു വിശ്വേട്ടാ എന്തിനാ? അപ്പോ നിനക്ക് മാറാൻ വേണ്ടിട്ടല്ലേ അച്ഛമ്മ ഇത് കൊണ്ട് വെച്ചത്? വെള്ള നിറമുള്ള ഷർട്ട്, കസവ് കരയുള്ള മുണ്ട്. എടാ വേഗം എടുത്തൊരുങ്ങടാ. വിശ്വേട്ടാ, മനുഷ്യനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടോ. മോനെ, ഇതൊക്കെ അച്ഛമ്മയുടെ കൽപ്പനയാണ്. അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ നീ തന്നെ ചെന്ന് പറഞ്ഞോണം. എന്റെ ജോലി നിന്നെ പൊതുവസ്ത്രം അനുകരിച്ച് മണിയറയിൽ എത്തിക്കുക എന്നുള്ളതാ. എന്താ വിശ്വേട്ടാ, നാടകമോ സീരിയലോ? അതൊന്നും എനിക്കറിയില്ല.
പക്ഷെ അച്ചമ്മ വൈകിട്ട് 6 മണിക്ക് വിളക്ക് വെച്ച രാത്രി 10:30 വരെ ടിവിയുടെ മുന്നിൽ നിന്ന് മാറില്ല എന്നുള്ളത് സത്യം. കുറച്ചൊക്കെ സീരിയല് ജീവിതത്തിൽ കാണുമെന്ന് കൂട്ടിക്കോ. എന്തായാലും നീ വേഷം കെട്ടി ഇനി ആടിയേ ഒക്കുള്ളൂ എന്ന് പറഞ്ഞു. വേഗം ഡ്രസ്സ് മാറിക്കോ. എന്റെ ഈശ്വര, വിക്രം പെട്ടു. വിക്രം ഇങ്ങനെ ആലോചിച്ചിരിക്കുക, ഇനി എന്ത് ചെയ്യും. ഇവരൊരുക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നന്ദിനിക്ക് ഒട്ടും സുഖിക്കുന്നില്ല. നന്ദിനി ആകെ മുഖമൊക്കെ കയറ്റിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ നോക്കി നിൽക്കാതെ ഒന്ന് ഈ പൂ ഒന്ന് കുത്താൻ സഹായിച്ചേ. അതിനെ ശ്രീജ എടുത്ത് തനിയെ ചെയ്യുമല്ലേ. എന്നാ ആ സ്ലൈഡ് എടുത്തൊന്ന് കുത്തിക്കേ. എന്നാ പിന്നെ ഞാൻ തന്നെ കുത്താം. ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ, ഒരു പണി കൊടുക്കാം എന്നോർത്ത് നന്ദിനി അത് ചെന്ന് കുത്തി അങ്ങ് ഇറക്കുക കേട്ടോ. എന്നൊരു വേദന കാഴ്ച. എന്താ എന്താ മോളെ? നന്ദിനി എടുത്തതിനെ കുത്തി. അയ്യോ ശ്രീജടത്തി, എന്റെ പൊന്നോ, പിന്നെ പെറ്റു വീണ കുട്ടിയല്ലേ, തല ഇപ്പോഴും ഉറച്ചിട്ടില്ലല്ലോ, കുത്തിയാലുടനെ വേദനിക്കാൻ. നിന്നോട് പറഞ്ഞ എന്നെ വേണം ആദ്യം തല്ലാൻ. പോട്ടെ മോളെ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ പറയാണ്, അതിന് ശ്രീജടത്തി എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? അതിന് വെണ്ണക്കെട്ടിയൊന്നും അല്ലല്ലോ. ആര് പറഞ്ഞു? വെണ്ണക്കെട്ടി പോലെ വളർന്ന കുട്ടി തന്നെ അവള്. അവളുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ വന്ന് ഉരുകാനാ അതിന്റെ ഒരു യോഗം. പോയി വന്നതൊന്നും അല്ലല്ലോ, വെണ്ണ തനിയേ വന്നതല്ലേ. ഇത്തിരി ഉരുകട്ടെ, ഒരു കുഴപ്പമില്ല. വെണ്ണ ഉരുകിയാലും നെയ്യല്ലേ ആവുള്ളൂ. നെയ് ഈസ് ബെറ്റർ ദാൻ ബട്ടർ എന്നാണ് പറയുക. മനസ്സിലായോ? അതറിയാവോ? ശ്രീജടത്തി, ഈ നന്ദിനി അടുത്തി ഞാൻ ഒരിക്കൽ വെല്ലുവിളിച്ചിരുന്നു. ഈ വീട്ടിൽ വന്നിട്ട് ഈ വിക്രത്തിന്റെ ഭാര്യയായിട്ട് എല്ലാവരും എന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം കാണിച്ചു തരാമെന്ന്. പക്ഷെ അത് ഇത്രയും പെട്ടെന്നാവൂന്ന് ഞാൻ കരുതിയില്ല. സത്യം, അവസാനം എന്റെ മണിയറയിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം വരെ നന്ദിനി അടുത്തേക്കായി. നന്ദിനി ഇങ്ങനെ പെട്ട് നിൽക്കുക കേട്ടോ. മോളെ ശ്രീജയെ റെഡി ആയില്ലേ എന്ന് ചോദിച്ചു. കഴിഞ്ഞ അച്ഛമ്മേ ദാ വരണു എന്ന് പറഞ്ഞ് അവര്. അപ്പൊ നമുക്ക് പോവാൻ നന്ദിനി അടുത്ത്. അയ്യേ, നിനക്കൊരു നാണമില്ലേ? അതിനെന്തിനാ നന്ദിനി അടുത്ത് ഞാൻ നാണിക്കുന്നത്? മനസ്സിലായി. ആദ്യ രാത്രി മണിയറ, കാത്തിരിക്കുന്ന നവവരൻ. കൊള്ളാം. അപ്പോ നാണം കൊണ്ട് തറയിൽ കാൽനകം കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഞാൻ. കൊള്ളാല്ലേ? എന്ന ഒരു കാര്യം ചെയ്യാം. നന്ദിനി അടുത്തേക്ക് വേണ്ടിയിട്ട് ആ ലൈനിൽ പറഞ്ഞതല്ലേ നന്ദിനി അടുത്തി, ശരിയാക്കി തരാം. അച്ഛമ്മയുടെ മുന്നില് ഞാൻ കുറച്ച് നാണമൊക്കെ അഭിനയിക്കാം. എന്തു പറയുന്നു? അതാ തകർത്ത് അഭിനയിക്കാം. അപ്പം അയ്യോ എന്ത് കഷ്ടമായത് എന്ന് ഓർത്തു. ദേ, അച്ഛമ്മയുടെ മുന്നിൽ മാത്രം, വിക്രത്തിന്റെ മുന്നിൽ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഇവളെയും കൂട്ടിക്കൊണ്ട് അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ലാണ്. അച്ഛമ്മ കണ്ടപ്പോ തന്നെ വാവ് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ആള് ഭയങ്കര സന്തോഷത്തിലായി കേട്ടോ. സത്യം പറയട്ടെ, ഇത്ര നാണിക്കൊന്നും വേണ്ട മോളെ. അപ്പൊ വേഗം നന്ദിനി, അച്ഛമ്മയ്ക്കത് വെറുതെ തോന്നുക. അച്ഛമ്മയുടെ മുന്നിൽ അവള് നാണം അഭിനയിക്കുന്നതാ. അതിന് അവളുടെ പേര് നന്ദിനി എന്നല്ലല്ലോ, വേദനല്ലേ. അപ്പൊ പെട്ടു, വീണ്ടും നാണം കേട്ടു. ഇങ്ങനെയൊക്കെ ഉള്ള കള്ളത്തരങ്ങള് നിനക്ക് മാത്രമേ നന്ദിനി കാണിക്കാൻ പറ്റുള്ളൂ. നന്ദിനി, വേദ നോക്ക, അതൊന്നും പറ്റില്ല എന്നോട് പറഞ്ഞു. വേദ ഇങ്ങനെ നോക്കുകയാണ്. കൊള്ളാവോ, സെറ്റ്, ഏറ്റു എന്നുള്ള മട്ടില്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ ശ്രീജേടത്തി, നമ്മള് നാണമൊന്നുമില്ല എന്ന് പറഞ്ഞല്ലേ ഇവള്, ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ ശ്രീജ കൈ ഒഴിഞ്ഞു കേട്ടോ. നീ ഇങ്ങനെ വാ, ഇതിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ ഇങ്ങനെ തൂത്ത് എന്താ പറയാ, ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഒന്ന് അനുഗ്രഹിക്കുക. എനിക്ക് തന്നെ കണ്ണുവയ്ക്കാൻ തോന്നുക. പിന്നെ വിക്രത്തിന്റെ കാര്യം പറയണോ? അയ്യേ. അപ്പൊ അതേണ്ട നമ്മുടെ വിശ്വം മണവാളനെയും കൊണ്ട് മണിയറയിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ വേഗം തന്നെ വിനായകൻ അവിടെ സെറ്റാക്കൊണ്ടിരിക്കുക. എല്ലാം ശരിയായല്ലോ അല്ലേ? വിക്രം, നിന്റെ ആദ്യ രാത്രി മനോഹരമാക്കാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്റെ കല്യാണ ദിവസം നീ എന്താ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? അതൊക്കെ വിട്ടുകളാ എന്ന് പറഞ്ഞു വിശ്വൻ. അതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ വിശ്വേട്ടാ. അന്ന് കല്യാണത്തിന് കൂടാതെ ശ്രീനിവാസന് വേണ്ടിയിട്ട് പലിശക്കാരനെ തല്ലാൻ പോയി. രാത്രി പോലീസ് ഇവനെ അന്വേഷിച്ച് വീട്ടിൽ വന്നു. അമ്മ നെഞ്ചത്തടിയും നിലവിളിയായി. അച്ഛന്റെ ബഹളം കൂടിയായപ്പോ എനിക്ക് അരങ്ങിപ്പോയതേ എന്റെ ആദ്യ രാത്രിയാ. എടാ നിർത്ത, ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. ശരി, ഇനി ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഇനി ഞാനൊന്നും പറയുന്നില്ലേ? എന്നാ ശരിയടാ. അപ്പോ ബെസ്റ്റ് വിഷസ് ഫോർ ദ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞൊരു കൈയൊക്കെ കൊടുത്ത് വിനായകൻ താഴേക്ക് പോയി. വിഷം പറയാണ്, നീ അതൊന്നും കാര്യാക്കണ്ട കേട്ടോ. അവൻ മനസ്സിൽ വെച്ചൊന്നും പറഞ്ഞല്ലായിരിക്കും, ചുമ്മാ പറഞ്ഞൊന്നേ ഉള്ളൂ. ശരിയടാ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വേട്ടൻ താഴേക്ക് പോയി. അയ്യോ, ഇതെന്താ ഇത്?
ഉത്സവപ്പറമ്പ് പോലെ ഉണ്ടല്ലോ, ബലൂണ്, മുല്ലപ്പൂ, എന്തൊക്കെയത് കണ്ടിട്ട് ഒരു സമാധാനമില്ല. ഇതെന്താ വല്ല സെറ്റിട്ടേക്കുവാണോ? ദേഷ്യം കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് കേട്ടോ വിക്രം. കലി സഹിക്കാൻ പറ്റണില്ല. അപ്പൊ വേദയും കൂട്ടിക്കൊണ്ട് ഇവരിങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ കമല പാല് കൊണ്ടുപോയി നമ്മുടെ വേദയുടെ കയ്യിലേക്ക് കൊടുക്കുക. വിക്രത്തിന്റെ ജീവിതത്തിലേക്ക് ഏത് പെൺകുട്ടി വരും എന്നായിരുന്നില്ലേ കമല നിന്റെ സംശയം? ആ സംശയം ഇപ്പൊ നിനക്ക് മാറിയില്ലേ? നീ എന്റെ കുടുംബത്തിലേക്ക് വന്ന് കയറിയതുപോലെ മിടുക്കിയ സുന്ദരിയായ ഒരാള് നിന്റെ കുടുംബത്തിലേക്കും വന്ന് കയറിയിട്ടില്ലേ? എന്താ ഇതാ നോക്ക്, മഹാലക്ഷ്മിയെ പോലെ ഇല്ലേ ഇവള്? ആ പിന്നെ മഹാലക്ഷ്മി പാലും ഗ്ലാസും കുടിച്ചല്ലേ നിൽക്കുന്നത്. എന്താ നന്ദിനി പറഞ്ഞത്? അല്ല, ഞങ്ങളും മഹാലക്ഷ്മിയെ പോലെ വന്നാന്ന് പറഞ്ഞതാ. ആയിക്കോട്ടെ, ഒരാൾ സ്വയം മഹാലക്ഷ്മി ആണെന്ന് വിചാരിച്ച അത് തിരുത്താൻ മറ്റാരെ കൊണ്ടും സാധിക്കില്ലല്ലോ. ശ്രീജയ, നീ ഇവളെ ആ മുറിയിലേക്ക് കൊണ്ടാക്ക. ശരി അച്ഛമ്മ എന്ന് പറഞ്ഞു. മോളെ, നമ്മുടെ പഴക്കം അനുസരിച്ച് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് പുരുഷന്മാരുടെ വീട്ടിലേക്കാ കൊണ്ടുവരിക. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, അവരാ വീട്ടിലെ ജോലി ചെയ്തും ആ വീട് നോക്കിയും അടിമയെ പോലെ കാലം കഴിക്കണം എന്നൊന്നും അല്ല അതിനർത്ഥം. ആ വീട് ഭരിക്കണം എന്ന് തന്നെയാ അതിനർത്ഥം. മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. ദേ, നീ ദീർഘദൂരം ഓടുന്ന ബസ്സിലും ട്രെയിനിലും ഒക്കെ കുറെ സമയം കഴിയുമ്പോ ഡ്രൈവർമാരിങ്ങനെ മാറി മാറി വരുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാ വീട്ടിൽ കയറി വരുന്നവരും. ആണുങ്ങൾ വീടിന്റെ എഞ്ചിനായിരിക്കും, പക്ഷേ ഡ്രൈവർമാർ അതെപ്പോഴും പെണ്ണുങ്ങൾ തന്നെ ആയിരിക്കണം, അല്ലെങ്കിലേ വണ്ടി വിട്ടു പോകുന്നേ. മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിച്ചു. ആ, ഇങ്ങോട്ട് എത്ര സ്പീഡിൽ പോണം, എവിടേക്ക് തിരിയണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരുടെ ഒരു മിടുക്കായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ഉത്തരവാദിത്തം നന്നായി നിർവഹിക്കുന്ന വീട്ടിൽ സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ ഉണ്ടാവും. അത് നീ മനസ്സിലാക്കിക്കോണം. അപ്പൊ നന്ദിനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറെ കാലം കമല ആ വീട് ഭരിച്ചു. അതിനുശേഷം ഇവര് വന്നു. ഇപ്പൊ ഏറ്റവും അവസാനമായി നീയും വന്നു. ഇനി ആ വീട് ഭരിക്കേണ്ടത് നീയാ എന്ന് പറഞ്ഞു. നീ വേണം അതിനെ മുന്നോട്ട് നയിക്കാൻ എന്ന് പറഞ്ഞു. ഇത് ഒട്ടും ഇഷ്ടപ്പെടാതെ നന്ദിനി ഇങ്ങനെ നോക്കണം. അച്ഛമ്മ എന്ത് വർത്തമാനമായി പറയുന്നത് എന്നോർത്ത്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.